പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 206-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവചനം അധ്യായങ്ങൾ 32ഉം 33ഉം, ബാറൂക്കിൻ്റെ പ്രവചനം അധ്യായങ്ങൾ 1ഉം 2ഉം, സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ 20 വരെ. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് പതിവ് പോലെ ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 32. നീതിയുടെ രാജാവ്. ഇതാ, ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും. പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും. അവർ ഓരോരുത്തരും കാറ്റിൽ നിന്നൊളിക്കാനുള്ള സങ്കേതം പോലെയും പെരുമഴയിൽ നിന്ന് രക്ഷയ്ക്കുള്ള അഭയസ്ഥാനം പോലെയും വരണ്ട സ്ഥലത്ത് നീർച്ചാലുകൾ പോലെയും മരുഭൂമിയിൽ വൻ പാറയുടെ തണൽ പോലെയുമായിരിക്കും. കാണുന്നവൻ കണ്ണ് ചിമ്മുകയില്ല, കേൾക്കുന്നവർ ചെവിയോർക്കും. എടുത്തുചാട്ടക്കാരുടെ ഹൃദയം ജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് വ്യക്തമായി സംസാരിക്കാൻ ധൃതിപ്പെടും. ഭോഷൻ ഇനിമേൽ ഉത്തമനെന്ന് വിളിക്കപ്പെടുകയില്ല, വഞ്ചകൻ മഹാനെന്ന് അറിയപ്പെടുകയില്ല. എന്തെന്നാൽ വിഡ്ഢി ഭോഷത്വം സംസാരിക്കും. അതിക്രമം പ്രവർത്തിക്കുന്നതിനും കർത്താവിനോട് ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവൻ്റെ ജീവൻ പട്ടിണിക്കിടുന്നതിനും ദാഹിക്കുന്നവന് പാനീയം നിഷേധിക്കുന്നതിനുമായി അവൻ്റെ മനസ്സ് തിന്മ നനയ്ക്കും. വഞ്ചകൻ്റെ ആയുധങ്ങൾ തിന്മയാണ്. അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും ചതിയുടെ വാക്കുകൾ കൊണ്ട് ദരിദ്രനെ നശിപ്പിക്കാൻ അവൻ ദുരാലോചനകൾ നടത്തുന്നു. കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു. കുലീന കാര്യങ്ങൾക്കായി അവൻ നിലകൊള്ളും. അലസരായ സ്ത്രീകളെ എഴുന്നേൽക്കുവിൻ, എൻ്റെ സ്വരം ശ്രവിക്കുവിൻ. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ എൻ്റെ വാക്കിന് ചെവിതരുവിൻ. അലംഭാവികളെ, 1 വർഷത്തിലേറെയാകുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും. എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും, വിളവെടുപ്പുണ്ടാവുകയില്ല. അലസരെ വിറകൊള്ളുവിൻ, അലംഭാവികളെ നടുങ്ങുവിൻ. വസ്ത്രമൊരിഞ്ഞ് നഗ്നരാകുവിൻ, അരയിൽ ചാക്കുടുക്കുവിൻ. പ്രിയങ്കരമായ വയലുകളെ പ്രതി, ഫലപുഷ്ടമായ മുന്തിരിത്തോട്ടത്തെ പ്രതി അവർ മാറത്തടിച്ചു വിലപിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ നാട്ടിൽ, സന്തുഷ്ട നഗരത്തിലെ സന്തുഷ്ട ഭവനങ്ങളിലെല്ലാം മുള്ളും മുൾച്ചെടിയും വളരും. ഉൾക്കോട്ട ഉപേക്ഷിക്കപ്പെട്ടു, നഗരത്തിൻ്റെ ആരവം ഇല്ലാതായി. കുന്നും കാവൽ ഗോപുരവും എന്നേക്കും കാട്ടുകഴുതകളുടെ സന്തോഷവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായ ഗുഹകളായിത്തീർന്നു. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടമായ വയലും ഫലപുഷ്ടമായ വയൽ വനവും ആകുന്നതുവരെ തന്നെ. അപ്പോൾ മരുഭൂമിയിൽ ന്യായം വസിക്കും, ഫലപുഷ്ടിയുള്ള തോട്ടത്തിൽ നീതി കുടികൊള്ളും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണതഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. സമാധാനപൂർണമായ വസതിയിൽ എൻ്റെ ജനം പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും ഭദ്രമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. വനം നശിക്കുമ്പോൾ കന്മഴ പെയ്യും, നഗരം നിശേഷം നിലംപതിക്കും. ജലാശയങ്ങൾക്കെല്ലാം അരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവർ. യെശയ്യാ അധ്യായം 33. സഹായത്തിന് അപേക്ഷ. നശിപ്പിക്കപ്പെടാതിരിക്കെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നീ നശിപ്പിക്കപ്പെടും. നിന്റെ വഞ്ചന കഴിയുമ്പോൾ അവർ നിന്നെ വഞ്ചിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഗർജനസ്വരത്താൽ ജനതകൾ ചിതറിപ്പോയി. അങ്ങ് എഴുന്നേറ്റപ്പോൾ ജനതകൾ ചിതറിപ്പോയി. വെട്ടുക്കിളി കൂടുന്നതുപോലെ നിങ്ങളുടെ കൊള്ള മുതൽ ശേഖരിക്കപ്പെടും. വെട്ടുക്കിളികൾ ചാടുന്നതുപോലെ അവർ അതിൽ ചാടി വീഴും. കർത്താവ് ഉന്നതനാണ്, എന്തെന്നാൽ അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സീയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറച്ചിരിക്കുന്നു. രക്ഷയുടെ സമൃദ്ധിയും ജ്ഞാനവും അറിവും നിന്റെ കാലത്തിൻ്റെ ഉറപ്പായിരിക്കും.
കർത്തൃഭയം അവിടുന്ന് നൽകുന്ന നിധിയും. അതാ അവരുടെ വീരന്മാർ തെരുവിൽ നിലവിളിക്കുന്നു. സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയും. രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു. പഥികനില്ലാതായി, അവൻ ഉടമ്പടി ലംഘിച്ചു. പട്ടണങ്ങൾ പരിത്യജിച്ചു, മർത്യനെ പരിഗണിച്ചില്ല. ദേശം തളർന്നു കരഞ്ഞു. ലെബനോൻ ലജ്ജിച്ചു തളർന്നു. ഷാരോൻ മരുഭൂമി പോലെയായി. ബാഷാനും കാർമലും ഇലകൊഴിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉയർത്തപ്പെടും. നിങ്ങൾ പതിര് ഗർഭം ധരിച്ച് വൈക്കോൽ പ്രസവിക്കും. നിന്റെ നിശ്വാസം അഗ്നിയാണ്, അത് നിങ്ങളെ ദഹിപ്പിക്കും. ജനതകൾ നീറുന്ന കുമ്മായം പോലെയാകും. മുറിച്ചു കളയപ്പെട്ട മുള്ളുപോലെ അവർ അഗ്നിയിൽ ദഹിക്കും. വിദൂരസ്ഥരെ ഞാൻ എന്താണ് ചെയ്തതെന്ന് ശ്രവിക്കുവിൻ. സമീപസ്ഥരെ എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ. പാപികൾ സിയോനിൽ പരിഭ്രാന്തരായിരിക്കുന്നു. ദൈവദൂഷകരെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു. ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം നമ്മിൽ ആർക്ക് വസിക്കാനാവും? നമ്മിൽ ആർക്ക് നിത്യജ്വാലയിൽ താമസിക്കാൻ കഴിയും? നീതിയിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, കവർച്ചയുടെ ലാഭം വഴിയുള്ള നേട്ടം നിരസിക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈകുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ തൻ്റെ കണ്ണ് ചിമ്മുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ ആഹാരം നൽകപ്പെടും, സുസ്ഥിരമായി ജലം ലഭിക്കും. രാജാവിനെ അവൻ്റെ അഴകോടെ നിന്റെ നയനങ്ങൾ കാണും. വിദൂരങ്ങളിലെ ദേശവും അവ ദർശിക്കും. ഒരിക്കൽ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ നീ ഓർക്കും. എണ്ണിയവനെവിടെ? കപ്പം തൂക്കി നോക്കിയവനെവിടെ? ഗോപുരങ്ങൾ എണ്ണിയവനെവിടെ? ഗർവിഷ്ഠരായൊരു ജനത്തെ നീ കാണുകയില്ല. മനസ്സിലാക്കാൻ വിഷമമുള്ള ദുർഗ്രഹ ഭാഷയുള്ള വിക്കി വിക്കി പറയുന്ന ജനത്തെ തന്നെ. ഇതാ നമ്മുടെ സമ്മേളനങ്ങളുടെ നഗരമായ സിയോൻ, പ്രശാന്തവസതിയും അചഞ്ചല കൂടാരവുമായ ജെറുസലേമിനെ നിന്റെ കണ്ണുകൾ കാണും. അതിൻ്റെ കുറ്റികൾ ഒരിക്കലും പിഴുതെടുക്കുകയോ കയറുകളൊന്നും പൊട്ടുകയോ ഇല്ല. തണ്ടുവള്ളങ്ങൾ പോകാത്തതും പ്രൗഢിയാർന്ന കപ്പലുകൾ കടന്നുപോകാത്തതുമായ വിസ്തൃത നദികളും തോടുകളുമുള്ള സ്ഥലമായി പ്രതാപവാനായ കർത്താവ് നമുക്ക് വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മുടെ ന്യായാധിപനാണ്. കർത്താവ് നമ്മുടെ നിയമദാതാവാണ്. കർത്താവ് നമ്മുടെ രാജാവാണ്. അവിടുന്ന് നമ്മെ രക്ഷിക്കും. നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു. പാമരമുറപ്പിക്കാനും പതാക നിർത്താനും അതിനായില്ല. സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടപ്പെട്ടു. മുടന്തന്മാരും വസ്തു കൊള്ളയടിച്ചു. അവിടുത്തെ നിവാസികളിൽ ആരും ഞാൻ രോഗിയാണെന്ന് പറയുകയില്ല. അതിൽ വസിക്കുന്ന ജനത്തിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും. ബാറൂക്ക് അധ്യായം 1. ബാബിലോണിലെ സമ്മേളനം. നേരിയായുടെ പുത്രൻ ബാറൂക്ക് ബാബിലോണിൽ വെച്ചെഴുതിയ ഗ്രന്ഥത്തിലെ വാക്കുകളാണിവ. നേരിയ മാസയായുടെയും മാസയ സെദക്കിയായുടെയും സെദക്കിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽക്കിയായുടെയും പുത്രനാണ്. കൽദായർ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയതിൻ്റെ 5-ാം വർഷം മാസത്തിൻ്റെ 7-ാം ദിവസം ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാനെത്തിയ യൂദാ രാജാവായ യഹോയാക്കിമിൻ്റെ പുത്രൻ യക്കൂണിയായും ജനം മുഴുവനും കേൾക്കെ ബാറൂക്ക് ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു. പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിൽ സൂത് നദിയുടെ തീരത്ത് വസിച്ചിരുന്ന ജനം മുഴുവൻ, ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും കേൾക്കെ ഇത് വായിച്ചു. അപ്പോൾ അവർ കർത്താവിൻ്റെ മുമ്പിൽ വിലപിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കഴിവനുസരിച്ച് ഓരോ കരവും കൊടുത്ത പണം അവർ ശേഖരിച്ചു. അവർ അത് ശല്ലൂമിൻ്റെ മകനായ ഹിൽക്കിയായുടെ മകനും പുരോഹിതനുമായ യഹോയാക്കിമിനും ജെറുസലേമിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ഇതര പുരോഹിതന്മാർക്കും എല്ലാ ജനത്തിനുമായി അയച്ചു കൊടുത്തു. അതേസമയം തന്നെ ദേവാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെട്ട കർത്തൃഭവനത്തിലെ പാത്രങ്ങൾ യൂദാദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി സീവാൻ മാസം 10-ാം ദിവസം ബാറൂക്ക് എടുത്തു. ജോസിയായുടെ മകൻ യൂദാ രാജാവായ സെദക്കിയ നിർമ്മിച്ച വെള്ളിപ്പാത്രങ്ങളായിരുന്നു അവ. അത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യക്കോണിയായെയും രാജകുമാരന്മാരെയും തടവുകാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷമായിരുന്നു. അയാൾ അവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു. ഈ പണം കൊണ്ട് ഹോമയാഗങ്ങൾക്കും പാപപരിഹാര ബലിക്കും വേണ്ടതും സുഗന്ധദ്രവ്യവും വാങ്ങുവിൻ. ധാന്യബലി ഒരുക്കി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കുവിൻ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെയും അവൻ്റെ പുത്രൻ ബൽഷാസറിൻ്റെയും ആയുസ്സിനു വേണ്ടിയും ഭൂമിയിലെ അവരുടെ ദിവസങ്ങൾ സ്വർഗത്തിലെ ദിവസങ്ങൾ പോലെ ആകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് ഞങ്ങൾക്ക് ശക്തി നൽകുകയും
ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ തണലിലും അവൻ്റെ മകൻ ബൽഷാസറിന്റെ തണലിലും ഞങ്ങൾ ജീവിക്കുകയും അവരെ ദീർഘകാലം സേവിക്കുകയും അവരുടെ മുമ്പിൽ സംപ്രീതി കണ്ടെത്തുകയും ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു. കർത്താവിൻ്റെ കോപവും അവിടുത്തെ ക്രോധവും ഇന്നുവരെയും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നിങ്ങൾ ഏറ്റുപറയുന്നതിനു വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം തിരുനാൾ ദിനത്തിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ വായിക്കണം. തെറ്റുകൾ ഏറ്റുപറയുന്നു. നിങ്ങൾ പറയണം, നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ്. എന്നാൽ ലജ്ജ ഇന്നത്തേതുപോലെ നമ്മുടേതും യൂദാജനത്തിൻ്റേതും ജെറുസലേം നിവാസികളുടേതും നമ്മുടെ രാജാക്കന്മാരുടേതും നമ്മുടെ പ്രഭുക്കന്മാരുടേതും നമ്മുടെ പുരോഹിതന്മാരുടേതും നമ്മുടെ പ്രവാചകന്മാരുടേതും നമ്മുടെ പിതാക്കന്മാരുടേതുമാണ്. എന്തെന്നാൽ കർത്തൃസന്നിധിയിൽ നമ്മൾ പാപം ചെയ്തു. നമ്മൾ അവിടുത്തെ അനുസരിച്ചില്ല. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയോ കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനകൾക്കനുസൃതമായി ചരിക്കുകയോ ചെയ്തില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് നമ്മുടെ പിതാക്കന്മാരെ കർത്താവ് പുറത്തേക്ക് നയിച്ച നാൾ മുതൽ ഇന്നുവരെ നമ്മുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാതെ അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ നമ്മൾ ഉദാസീനരായിരുന്നു. തേനും പാലും ഒഴുകുന്ന ഒരു ദേശം നമുക്ക് നൽകാനായി നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശ വഴി കർത്താവ് അരുൾ ചെയ്ത അനർത്ഥങ്ങളും ശാപവും നമ്മോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെ. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാരുടെ സകല വചനങ്ങളും അനുസരിച്ചുള്ള കർത്തൃസ്വരം നമ്മൾ ശ്രവിച്ചില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും താന്താങ്ങളുടെ ഹൃദയവിചാരത്തിൻ്റെ വ്യർത്ഥതയിൽ വ്യാപരിച്ചുകൊണ്ട് അന്യദേവന്മാരെ സേവിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായവ പ്രവർത്തിച്ചു. ബാറൂക്ക് അധ്യായം 2. അതിനാൽ നമുക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ നമ്മുടെ ന്യായാധിപന്മാർക്കും നമ്മുടെ രാജാക്കന്മാർക്കും നമ്മുടെ പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂദായിലെയും ജനത്തിനുമെതിരെ കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾ അവിടുന്ന് നിറവേറ്റി. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിനനുസൃതമായി ജെറുസലേമിൽ അവിടുന്ന് ചെയ്തതുപോലെ ആകാശത്തിന് കീഴിൽ ഒരിടത്തും ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുവൻ തൻ്റെ പുത്രൻ്റെയും മറ്റൊരുവൻ തൻ്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ. കർത്താവ് അവരെ ചിതറിച്ച ചുറ്റുമുള്ള എല്ലാ ജനതകളുടെയും ഇടയിൽ പരിഹാസിതരും നിന്ദിതരുമാക്കുന്നതിന് അവിടുന്ന് അവരെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അധീനരായി വിട്ടുകൊടുത്തു. അവർ താഴ്ത്തപ്പെട്ടു, ഉയർത്തപ്പെട്ടില്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ നമ്മൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു. നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ്. എന്നാൽ ലജ്ജ ഇന്നത്തേതുപോലെ നമ്മുടേതും നമ്മുടെ പിതാക്കന്മാരുടേതുമാണ്. നമ്മുടെ മേൽ ഭവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്ത അനർത്ഥങ്ങളെല്ലാം ഇതാ നമ്മുടെ മേൽ വന്നിരിക്കുന്നു. എന്നിട്ടും നമ്മളിൽ ആരും സ്വന്തം ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി വിളിച്ചപേക്ഷിച്ചില്ല. കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി അവ നമ്മുടെ മേൽ വരുത്തി. എന്തെന്നാൽ കർത്താവ് നമ്മെ അനുശാസിച്ച തൻ്റെ പ്രവൃത്തികളിലെല്ലാം അവിടുന്ന് നീതിമാനാണ്. എന്നിട്ടും കർത്താവ് നമ്മുടെ മുന്നിൽ വെച്ച കൽപ്പനകളിൽ ചരിക്കാൻ അവിടുത്തെ സ്വരം നമ്മൾ ശ്രവിച്ചില്ല. മോചനത്തിനു വേണ്ടി പ്രാർത്ഥന. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കരുത്തുറ്റ കരത്താലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും മഹാശക്തിയാലും ഉയർന്ന കരത്താലും അങ്ങയുടെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരികയും അങ്ങേക്കായി ഒരു നാമം ഇന്നത്തേതുപോലെ സ്ഥാപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾക്കെല്ലാം എതിരായി ഞങ്ങൾ പാപം ചെയ്തു, അധർമ്മം പുലർത്തി, തിന്മ പ്രവർത്തിച്ചു. ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കോപം ദൂരീകരിക്കപ്പെടണമേ. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അങ്ങ് ചിതറിച്ചെടുത്ത് ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കണമേ. അങ്ങയെ പ്രതി ഞങ്ങളെ വീണ്ടെടുക്കണമേ. പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവരുടെ മുമ്പിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രീതി നൽകണമേ. അങ്ങനെ അങ്ങ് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ. എന്തെന്നാൽ അങ്ങയുടെ നാമത്താലാണ് ഇസ്രായേലും അവൻ്റെ വംശവും വിളിക്കപ്പെടുന്നത്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ ചെവി ചായ്ച്ച് കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ കണ്ണുകൾ തുറന്ന് കാണണമേ. എന്തെന്നാൽ തങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പ്രാണനെടുക്കപ്പെട്ട് മരിച്ച് പാതാളത്തിലായിരിക്കുന്നവരാരും കർത്താവിൻ്റെ മഹത്വവും നീതിയും പ്രഘോഷിക്കുന്നില്ല. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും
കണ്ണ് മങ്ങിയവനും വിശക്കുന്നവനും അങ്ങയുടെ മഹത്വവും നീതിയും പ്രഘോഷിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ ഞങ്ങളുടെ രാജാക്കന്മാരുടെയോ നീതിയിലല്ല ഞങ്ങളുടെ കരുണായാചന ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അറിയിച്ചതുപോലെ അങ്ങ് ഞങ്ങളുടെ മേൽ അങ്ങയുടെ കോപവും അങ്ങയുടെ ക്രോധവും വർഷിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങൾ തലകുനിച്ച് ബാബിലോൺ രാജാവിനെ സേവിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും. എന്നാൽ ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്ന കർത്താവിൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കാതിരുന്നാൽ യൂദാ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദാരവവും ഉല്ലാസധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ ശബ്ദവും ഇല്ലാതാകാൻ ഞാൻ ഇടയാക്കും. ദേശം മുഴുവൻ വസിക്കാൻ ആളില്ലാതെ വിജനമാകും. ബാബിലോൺ രാജാവിനെ സേവിക്കാനുള്ള അങ്ങയുടെ സ്വരം ഞങ്ങൾ ശ്രവിച്ചില്ല. അതിനാൽ ഞങ്ങളുടെ രാജാക്കന്മാരുടെ അസ്ഥികളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അസ്ഥികളും അവരുടെ സ്ഥലത്തു നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അരുൾ ചെയ്തത് അങ്ങ് നിറവേറ്റി. ഇതാ, അവ പകലിൻ്റെ ചൂടിലും രാത്രിയുടെ മഞ്ഞിലും തള്ളപ്പെട്ടിരിക്കുന്നു. അവർ കഠിനയാതനകളാലും ക്ഷാമത്താലും വാളാലും പകർച്ചവ്യാധിയാലും മരിച്ചു. അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂദാ ഭവനത്തിൻ്റെയും ദുഷ്ടതയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി. വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എന്നിട്ടും അങ്ങയുടെ കാരുണ്യാതിരേകവും അനന്തമായ ആർദ്രതയുമനുസരിച്ച് അങ്ങ് ഞങ്ങളോട് വർത്തിച്ചു. എന്തെന്നാൽ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങ് ഇപ്രകാരം അരുൾ ചെയ്തു: നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന ബൃഹത്തായ ഈ ജനം തീർച്ചയായും ഒരു ചെറിയ ഗണമായി തീരും. അവർ എന്നെ ശ്രവിക്കുകയില്ലെന്ന് എനിക്കറിയാം, കാരണം അവർ പിടലി കടുത്ത ഒരു ജനമാണ്. എന്നാൽ അവരുടെ പ്രവാസദേശത്ത് അവർക്ക് ഹൃദയപരിവർത്തനമുണ്ടാകും. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണെന്ന് അവർ അറിയും. അനുസരിക്കുന്ന ഹൃദയവും കാതുകളും ഞാൻ അവർക്ക് നൽകും. തങ്ങളുടെ പ്രവാസദേശത്ത് അവർ എന്നെ പുകഴ്ത്തും, എൻ്റെ നാമം അനുസ്മരിക്കും. അവരുടെ ദുശാഠ്യത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവർ പിന്തിരിയും. എന്തെന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്ത തങ്ങളുടെ പിതാക്കന്മാരുടെ ഗതി അവരോർക്കും. അവരുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവർ അതിനെ ഭരിക്കും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവർ എണ്ണത്തിൽ കുറയുകയുമില്ല. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കാൻ അവരുമായി ഞാനൊരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ഞാൻ ബഹിഷ്കരിക്കുകയില്ല. സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ 20 വരെ. കരുണാമസൃണൻ ആത്മനിർവൃതി അടയുന്നു. ഭീകരൻ സ്വയം ദേഹോപദ്രവമേൽക്കുന്നു. ദുഷ്ടൻ വ്യർത്ഥത്തിൻ്റെ പ്രതിഫലമാണുണ്ടാക്കുന്നത്. നീതി വിതയ്ക്കുന്നവൻ വിശ്വസ്തതയുടെ കൂലിയും. നിശ്ചയമായും നീതി ജീവനു വേണ്ടിയാണ്. തിന്മ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനു വേണ്ടിയും. വികടബുദ്ധികൾ കർത്താവിന് മ്ലേച്ഛതയാണ്. നിഷ്കളങ്ക മാർഗികളാണ് അവിടുത്തെ ആനന്ദം. പ്രിയമുള്ളവരെ, 206 ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാൻ കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹീതമായ ഈ സന്ദർഭം നമുക്കൊരിക്കൽ കൂടി ഉപയോഗിക്കാം. ഇന്നത്തെ വായനയിൽ ഒരു പ്രധാനപ്പെട്ട വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നല്ല വാക്കല്ല, നെഗറ്റീവായൊരു വാക്കാണത്. പക്ഷേ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവത്തെക്കുറിച്ച്, ഒരു ശീലത്തെക്കുറിച്ച്, നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു വലിയ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ സഹായിക്കുന്ന നെഗറ്റീവായൊരു വാക്കാണ്. ആ വാക്ക് അലംഭാവം എന്ന വാക്കാണ്. അലംഭാവം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും ഒന്നും ആവശ്യമില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഞങ്ങൾ കണക്കുകൂട്ടുന്നതും ഞങ്ങൾ ജീവിക്കുന്നതുമൊക്കെ ഏറ്റവും നല്ല നിലയിലാണ് എന്ന ആ തെറ്റായ സംതൃപ്തിയുടെ പേരാണ് അലംഭാവം. ഈ അലംഭാവം ഒരു മനുഷ്യനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കും. നമ്മുടെ ആത്മീയ ജീവിതമോ ഭൗതിക ജീവിതമോ എന്തുമാവട്ടെ, അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും നീങ്ങുന്നത് നമ്മൾ ഉത്സാഹശീലമുള്ളവരായി മാറുമ്പോഴാണ്. ഇനിയും എനിക്ക് മെച്ചപ്പെടാനുണ്ട് എന്ന ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ എളിമയുടെയും ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെയും
ആത്മീയ പക്വതയുടെയും ഏറ്റവും വലിയ അടയാളം. അലംഭാവം യൂദാജനത്തിൻ്റെ മുഖമുദ്രയാണെന്ന് പ്രവാചകൻ ആരോപിക്കുന്നു. ഉത്സാഹശീലമുള്ളവരായി മാറാൻ, കൂടുതൽ അധ്വാനിക്കാൻ, കൂടുതൽ മെച്ചപ്പെടേണ്ടവരാണ് എന്ന ശരിയായ തിരിച്ചറിവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രവാചക വചനങ്ങൾ നമ്മെയും ഉത്തേജിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചില പ്രത്യേക ആശയങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിലൂടെ നമുക്ക് ഇഴതിരിച്ചെടുക്കാൻ കഴിയും. അതിലെ വളരെ പ്രധാനപ്പെട്ട, പുതിയ നിയമത്തിൽ ഒരു പ്രധാന തീമായി വളർന്നു വരാൻ പോകുന്ന ഒരാശയമാണ് നീതി എന്ന ആശയം. നീതി, നീതിയുടെ രാജാവ്, അതുപോലെ തന്നെ ഉന്നതത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ്, അതുപോലെ പ്രത്യാശ, സമാധാനം തുടങ്ങിയ പ്രധാനപ്പെട്ട പുതിയ നിയമ ആശയങ്ങളെല്ലാം തന്നെ അതിൻ്റെ വേരുകൾ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവാചക ഗ്രന്ഥമാണ് യെശയ്യായുടെ ഗ്രന്ഥം. നീതിയുടെ രാജാവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റായ കോണ്ടെക്സ്റ്റിൽ, പെട്ടെന്നുള്ള പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ എസക്കിയായോ ജോസിയായോ ആകാം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ആത്യന്തികമായി നീതിയുടെ രാജാവ് എന്ന സംജ്ഞ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ നീതിയുടെ രാജാവായ യേശുക്രിസ്തുവിനെയാണ്. മനോഹരമായ മറ്റൊരാശയം ഇന്നത്തെ വായനയിൽ പങ്കുവെക്കപ്പെട്ടത് നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുകയും തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുകയും രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ കാതുകൾ പൊത്തുകയും കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദൈവഭക്തനെക്കുറിച്ചുള്ള മനോഹരമായ ആ പരാമർശമാണ്. എന്താണ് തിന്മ കാണാതിരിക്കാൻ ഒരാൾ കണ്ണുകളടച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം? മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാതിരിക്കാൻ ഒരാൾ ചെവിയടച്ചാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം? അധർമ്മത്തിലൂടെയും അക്രമത്തിലൂടെയുമുള്ള കൈക്കൂലി വഴിയുള്ള നേട്ടം ഒരാൾ വെറുത്താൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ന്യായമായ പ്രതിഫലം. ഒന്നാമത്തേത്, അവൻ ആഹാരം മുടങ്ങില്ല, നിശ്ചയമായും സ്ഥിരമായി ദാഹജലം കിട്ടും. നീതിയുടെ രാജാവിനെ, ആ രാജാവിൻ്റെ സൗന്ദര്യത്തോടെ അവൻ്റെ കണ്ണുകൾ കാണും. വിദൂരമായൊരു ദേശവും അവൻ്റെ സ്വന്തമാകും. ദൈവത്തെ കാണാൻ കഴിയുക എന്നതാണ് ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും സമൃദ്ധമായി ചൊരിയപ്പെടുക എന്നതിനേക്കാളും വിലപ്പെട്ട കാര്യം. നമ്മൾ തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കണം എന്ന കാലികമായ വളരെയധികം പ്രസക്തിയുള്ള ഒരു വാചകമാണ് പ്രവാചകൻ നമ്മോട് പറഞ്ഞത്. പോർണോഗ്രഫിയും അശ്ലീലവും അശുദ്ധിയും തിന്മയുമൊക്കെ കണ്ണുകൾക്ക് മുമ്പിലെ വളരെ എളുപ്പത്തിലുള്ള സാധ്യതകളായി സമകാലിക മനുഷ്യൻ്റെ മുമ്പിലെ ശക്തമായ പ്രലോഭനമായി നിലകൊള്ളുമ്പോൾ, ഒരു ദൈവ പൈതൽ തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചാൽ ആ കണ്ണുകൾ ദൈവത്തെ കാണുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബാറൂക്ക് ജെറമിയ പ്രവാചകൻ്റെ സമകാലികനും ജെറമിയായുടെ സെക്രട്ടറിയും ജെറമിയായുടെ സ്ക്രൈബ് പകർത്തിയെഴുത്തുകാരനും ആയിരുന്നു. ബാബിലോണിൽ പ്രവാസത്തിലെത്തിയ ജനത്തോടാണ് ബാറൂക്ക് ഇത് സംസാരിച്ചതും എഴുതിയതും. പ്രവാസം ഇസ്രായേൽ മക്കളെ, യൂദായിലെ ജനങ്ങളെ പഠിപ്പിച്ചത് തങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതായി കരുതേണ്ടതായിരുന്നു ദൈവം നൽകിയ കൽപ്പനകൾ എന്ന ആ വളരെയധികം അമൂല്യമായ വിലയുള്ളതായ ബോധ്യമാണ്. പ്രവാസത്തിൻ്റെ കാലത്താണ് ദൈവം നൽകിയ നിയമങ്ങളുടെ വില, ദൈവത്തെ അനുസരിക്കേണ്ടതിൻ്റെ ആ ഉത്തരവാദിത്വം അവർ തിരിച്ചറിഞ്ഞത്. കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും ദുരിതത്തിൻ്റെയും കാലങ്ങളിലാണ് ദൈവിക നിയമങ്ങളുടെ വില നമ്മളും തിരിച്ചറിയാൻ പോകുന്നത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും അഭ്യസിച്ചു എന്ന സങ്കീർത്തന വചനം എൻ്റെ ജീവിതകഥയാണ്, നിങ്ങളുടെയും ജീവിതകഥയാണ്. വിജയങ്ങളിൽ നമ്മൾ കണ്ടെത്താത്ത ദൈവത്തെ പരാജയങ്ങളിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഓരോ പരാജയവും നമുക്ക് തന്ന കണ്ണീരിനപ്പുറം ഓരോ സങ്കടങ്ങളും നമുക്ക് വെച്ച് നീട്ടിയ ആ ദൈവദാനങ്ങളെ ഓർത്ത്, ദൈവ സാന്നിധ്യത്തെ ഓർത്ത് മിഴിപൂട്ടി നന്ദി പറഞ്ഞ് ഒരു നല്ല ദിവസം നമുക്ക് ജീവിക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് തന്ന വിലപ്പെട്ട ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അർഹിക്കാത്ത ദാനങ്ങൾ വാരി വിതറുന്ന അങ്ങയുടെ സമൃദ്ധിയുടെ കാരുണ്യത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങയുടെ മഹാ ഔദാര്യത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് ഞാൻ അങ്ങയുടെ പാദം തൊടുന്നു.
ദൈവമായ കർത്താവെ, കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും കാലം അങ്ങ് അകന്നു നിന്ന കാലമല്ല, മറിച്ച് കുറെ കൂടി അങ്ങ് ഞങ്ങളോട് അടുത്തു നിന്ന കാലമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സന്തോഷങ്ങളുടെ കാലത്ത് അങ്ങ് ഞങ്ങളോട് പതിഞ്ഞ സ്വരത്തിൽ മൃദുവായി സംസാരിച്ചപ്പോൾ, സങ്കടങ്ങളുടെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ഉച്ചസ്വരത്തിൽ ഉറക്കെ സംസാരിച്ചതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, സന്തോഷകാലത്ത് അങ്ങയുടെ പതിഞ്ഞ സ്വരം കേൾക്കാതെ പോയ ഞങ്ങൾ സങ്കടകാലത്ത് അങ്ങയുടെ സ്വരം നന്നായി കേൾക്കാനിടയായത് നന്ദിയോടെ ഞങ്ങൾ അംഗീകരിക്കുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ തിന്മ കാണാതിരിക്കാൻ കണ്ണുകളടയ്ക്കാനും, തിന്മ കേൾക്കാതിരിക്കാൻ ചെവി പൊത്താനും, തിന്മ ചെയ്യാതിരിക്കാൻ കൈകുടയാനും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി ജീവിക്കാൻ ദൈവം തന്ന മഹാകാരുണ്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വായനാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. പാതി വഴിയിൽ എവിടെയെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ വീണ്ടും ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ, അലംഭാവമില്ലാത്തവരായി ജീവിക്കാൻ ഇന്ന് നമ്മളെ ഈ വചന വായന സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നതും വായിക്കുന്നതും സിംഗപ്പൂരിൽ നിന്നാണ്. ഈ രാജ്യത്തെ കർത്താവിന് സമർപ്പിക്കാം. ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്ന, ദൈവിക നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു ജനതതി രൂപപ്പെട്ടു വരുന്നതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെക്കുറിച്ച് ഒരാളോടെങ്കിലും ഇന്ന് പറയാനും പങ്കുവെക്കാനും പരിശ്രമിക്കാം. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.